ഭാരതത്തിൻ്റെ കാലോഹരിൻ, കേരളത്തിൻ്റെ പടക്കുതിര, തൃശ്ശൂരിൻ്റെ കറുത്തമുത്ത്. ഇനിയും കൂടുതൽ വിശേഷണങ്ങൾ ആവശ്യമില്ല സമാഗമത്തിലെ നമ്മുടെ ഇന്നത്തെ അതിഥിക്ക്. മുഖവുരകളില്ലാതെ നമുക്ക് ക്ഷണിക്കാം ഇന്ത്യയുടെ ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ. നിന്റെ വിജയന് വിശേഷം? ഇപ്പോഴും തൃശ്ശൂർ ഭാഷ മാറിയിട്ടില്ലേ? ലോകത്ത് എവിടെ പോയാലും തൃശ്ശൂർ ഭാഷ നമുക്ക് മറക്കാൻ പറ്റില്ല അല്ലേ? ജനിച്ചതൊക്കെ തൃശ്ശൂരിൽ തന്നെയാണല്ലോ? തൃശ്ശൂർ കോലത്തുംപാടം. അതെ, നമുക്ക് തൃശ്ശൂരിൽ നിന്നൊക്കെ തന്നെ തുടങ്ങാം അല്ലെ? ജീവിതം ആരംഭിച്ച സ്ഥലം അവിടെ തന്നെയാണല്ലോ അല്ലേ? എന്നാണ് ആദ്യമായിട്ട് ഫുട്ബോളിനോട് ഇഷ്ടം തോന്നിയത്? സാർ, ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കുന്ന ഒരു ഏരിയയാണ്. ഫുട്ബോൾ മാത്രമല്ല അവിടെ, കാരണം സ്റ്റേഡിയം അവിടെ. എനിക്ക് ബുദ്ധി വെച്ചപ്പോൾ ഞാൻ പന്ത് കളിക്കുന്നത്. പന്ത് കളിക്കാൻ തുണിപ്പന്ത് അങ്ങനത്തെ ഇതൊക്കെ കളിക്കാൻ തുടങ്ങി. സാറ് കേട്ടിട്ടുണ്ടാവും ചാക്കോൾ ട്രോഫി. എനിക്കറിയാം, ഭയങ്കര ഫേമസ് ആണ്. അവിടെ ഉള്ള ബോൾ എടുത്ത് കൊടുക്കാനൊക്കെ നിൽക്കും. ടിക്കറ്റ് എടുക്കാണ്ട് കളിയാണല്ലോ, ബോൾ എടുത്ത് കൊടുക്കാൻ. അങ്ങനെയാണ് സോഡ വെക്കാനൊക്കെ പോയിട്ടുണ്ടെന്ന്. ഭയങ്കര ക്രൗഡായിരുന്നു അന്ന്. അപ്പം ഈ വളരെ ഗാലറി വെച്ച് കെട്ടിയിട്ടല്ല. അപ്പം ആ ചൂട്ടത്ത് വന്നിരിക്കുമ്പോൾ ഈ സോഡ സിഗരറ്റ് ഇങ്ങനെ മറ്റേ ഗോലി സോഡ അങ്ങനെ പൊട്ടിച്ചു കൊടുക്കും. അതുകൊണ്ട് കൊടുക്കും. അപ്പം എന്തായാലും വിറ്റ് വരുമ്പോൾ ഒരു 10-20-30 രൂപ കിട്ടും. അപ്പോൾ 30 രൂപ കിട്ടാന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ? അടിച്ചു പൊളിക്കാനായിട്ട് ഉപയോഗിക്കാം. അടിച്ചു പൊളിക്കാനല്ല, വീട്ടിലോട്ട് തുടങ്ങാൻ. അടിച്ചു പൊളിക്കാൻ തുടങ്ങിയില്ല സാറേ, ഇപ്പോഴാണ് തുടങ്ങിയത്. അമ്മയ്ക്ക് കൂലിപ്പണി, അച്ഛനും കൂലിപ്പണിയായിരുന്നു ആ സമയം. അപ്പോൾ അവരെ സഹായിക്കാനും കൂടി അപ്പോൾ കിട്ടുന്ന ആശക്കാരൻ കൊടുക്കും. അപ്പോൾ എന്നാണ് ആദ്യമായിട്ട് സ്വന്തമായിട്ടൊരു ഫുട്ബോൾ വാങ്ങിയത് ഓർമ്മയുണ്ടോ? അത് സ്വന്തമായിട്ട് ഫുട്ബോൾ വാങ്ങിച്ചത് പോലീസിൽ കയറിയിട്ടാണ്. അപ്പോഴേ വാങ്ങിച്ചോളൂ. കാരണം ഞങ്ങൾക്ക് ചാക്കോൾ ട്രോഫി കളി നടക്കണ എന്തായാലും ഒരു ബോൾ പുറത്തേക്ക് വരും, വീടിന്റെ ഓടിക്ക് വരും, അടിച്ചാൽ എന്തായാലും വരും. ഒളിച്ചു വയ്ക്കല്ല, അത് അവര് ചിലപ്പോ അവിടെ കാടാണ് അതിന്റെ ബാക്കില്. അപ്പൊ അവര് നല്ല ജേഴ്സി ടീമൊക്കെ വല്ല പൈസ ഉള്ള ടീമല്ലേ. അപ്പൊ അവരൊന്നും എടുക്കില്ല. കാട്ടിലിറങ്ങി തപ്പി ആ ബോൾ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി അത് നമുക്ക് കളിക്കാം. അങ്ങനെ കളിച്ചു കിടക്കുമ്പോ ചെറുപ്പത്തില് ഈ അച്ഛനും അമ്മയൊക്കെ ചീത്ത പറയില്ലേ? എന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. നല്ല ഒരു ധാരണ ഞാൻ പഠിച്ചിട്ട് നന്നാവില്ല. അപ്പൊ അതുകൊണ്ട് കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഫുട്ബോൾ. അച്ഛൻ കളി കാണാനൊക്കെ കൊണ്ടുപോകും. ഇങ്ങനെ ചാക്കോൾ ട്രോഫി. എത്ര മക്കളുണ്ട്? രണ്ടുപേര്. വിജയന്റെ ചേട്ടനുണ്ട്. അപ്പോൾ വിജയൻ പഠിച്ചത് സ്കൂളിലാണ്? CMS അല്ലേ സാർ? CMS-ലാണ്. അത് 1 തൊട്ട് 4 വരെ ഞങ്ങളുടെ ഒരു സ്കൂളുണ്ട്, കുണ്ടനടി സ്കൂൾ എന്ന് പറയാൻ. അതങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ. അവിടെ 1 തൊട്ട് 4 വരെ പഠിച്ചത്. പിന്നെ 5ാം ക്ലാസ്സിൽ വന്നപ്പോൾ CMS-ൽ വന്നു. 5ാം ക്ലാസ്സിലാണ് 5 വർഷം പഠിച്ചത്. അതാ സാറേ, അതൊക്കെ ഭയങ്കര കഥയാണ്. ആ സ്കൂളിൽ ഞാനിപ്പോ വരുന്നതിന്റെ 2 ദിവസം മുന്നേ ഒരു ഫുട്ബോളിന്റെ ഈ വെക്കേഷൻ അല്ല, ഒരു ക്യാമ്പ് ഉണ്ട് അവർക്ക്. ഫുട്ബോളും അല്ല, സാഹിത്യപരമായിട്ട് എല്ലാ കാര്യവും. അപ്പൊ ഞാൻ ഉദ്ഘാടനം ചെയ്താൽ പോയിട്ട് എൻ്റെ സ്കൂളിൽ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ അവരുടെ പാരൻസ് ഒക്കെ വന്നിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഈ സ്കൂളിൽ ഏറ്റവും അധികം പഠിച്ച ഞാനുണ്ടാവുള്ളൂ അല്ല സാറേ എന്ന് വെച്ചു. ഗോവിന്ദനാഥ് സാറുണ്ട്, സാറിനോട് ചോദിച്ചു. അല്ല സാറേ എന്ന് വെച്ചു. അത് ശരിയാ, വിജയൻ തന്നെ സ്കൂളിൽ ഏറ്റവും അധികം പഠിച്ചിട്ടുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അവരോട്, പഠിപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഘടകമാണ്. എന്താ പറയുക, സംസാരിക്കാനൊക്കെ ഇപ്പോഴാണ്, ഹിന്ദിയും ഇംഗ്ലീഷൊക്കെ പറയാൻ ഇപ്പോഴാണ് പറ്റിയത്. ആദ്യം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എഴുതാനോ പഠിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം, പഠിക്കാത്തൊരു കുഴപ്പം തന്നെ. അപ്പം എല്ലാവരും പറഞ്ഞു പഠിപ്പ് മസ്റ്റാണ്. പഠിച്ച സ്കൂളൊന്ന് കാണാം. ഷുവറായിട്ട് സാർ വിഷ്വലുണ്ട്, നമുക്ക് തിരിച്ചു വരാം. ആ സാറേ, അവിടെ ഇപ്പോഴാണ് ബിൽഡിംഗ് ഒക്കെ വന്നത്. അന്ന് നല്ല സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ അതുമല്ല, കളിക്കാൻ സുഖം ഞങ്ങൾക്ക് പൂരമ്പ് തൊട്ടപ്പോൾ തൃശ്ശൂർ പൂരം നടക്കണ അതല്ലേ. ഉച്ചയ്ക്ക് ക്ലാസ് 12 ക്ലാസ് ഇട്ട് 1:30 വരെ ഫ്രീ അല്ലേ. അപ്പൊ അവിടെ പോയി കളിക്കും. അച്ഛൻ്റെ പേര് മണി അല്ലേ? അച്ഛൻ്റെ പേര് മണി സാർ. അമ്മ കൊച്ചുമ്മ. അപ്പൊ അമ്മ വിജയനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. കുട്ടിക്കാലത്ത് പഠിക്കാൻ പോകാണ്ട് പാലസിലേക്ക് കളിക്കാൻ പോകും. അപ്പോൾ അവിടുന്ന് വരുമ്പോൾ ചേട്ടൻ പിടിച്ചടിക്കുക, അച്ചടിക്കില്ല, പിന്നെ ഞാനടിക്കില്ല. അങ്ങനെ പോകുമ്പോൾ അച്ഛൻ പറയും, ഞാൻ അവനെ കൂലിപ്പണിക്ക് കൊണ്ടുവന്നെങ്കിൽ വലിയ ബിയ്യക്കാരനായിക്കരാ, ഞാൻ അതിനടിക്കണ്ടെന്ന് പറയും.
അങ്ങനെയൊക്കെ പറഞ്ഞ് കളിച്ച് അപ്പം അവൻ്റെ ഭാവി നന്നായി ആ കളിയിൽ, ഞങ്ങളും നന്നായി. ഇത്ര ഇപ്പം പോലീസിലേക്കായി, പൊക്കട മോനെ പോലീസിലേക്ക് പോടാ അങ്ങനെ മക്കൾക്ക് എനിക്ക് ശമ്പളം കിട്ടില്ലടാ, പെൻഷനാവില്ലടാ, പോടാന്ന്. അമ്മയ്ക്ക് ഉണ്ട്, അമ്മ പൊക്ക പോലീസിലേക്ക്. അപ്പോൾ അവസാനം കാലം ഇപ്പോൾ പോലീസിലായി. ഒന്ന് വിളിക്ക് 8ാം ക്ലാസ്സിലേക്ക് പോയി, അത്ര തന്നെ. 8ലേക്ക് ആക്കി ടീച്ചർമാരും മാഷന്മാരും അത്ര. ഇപ്പം പിന്നെ ഏതവരോട് വർത്താനം പറയാനും ഇതായിരുന്നു, എല്ലാവരും കൂടി അവന് ഇതായി. ഏത് നേരം നോക്കിയാലും പരത്തിനും ഫുട്ബോൾ കൊണ്ട്, ഫുട്ബോളൊന്നുമല്ല തുണിപ്പന്ത്. നമുക്ക് ഫുട്ബോൾ കളിക്കാൻ കാശുണ്ട് പോകാനും. തുണിപ്പന്ത് അതുമ്പോൾ കളിച്ച് വരും. അപ്പം അതിലിപ്പോൾ ഞങ്ങൾക്ക് ഗതികേട് വന്നിട്ടില്ല. ഇനിയിപ്പോൾ എൻ്റെ മോന് നന്നാവാണ്ട് ഇരുന്നിട്ടില്ല, നന്നായി. അമ്മ പറയുന്ന കാര്യങ്ങളിൽ സത്യത്തിൽ പല കുടുംബങ്ങളിലും ഇപ്പോൾ കളിക്കാൻ പോണ്ട എന്ന് പറയുമ്പോൾ ഇപ്പം അവരുടെ ഒരു ദീർഘവീക്ഷണം അറിയാതെയാണെങ്കിലും അമ്മ അല്ലെങ്കിൽ അച്ഛൻ നടത്തിയൊരു ദീർഘവീക്ഷണത്തിലാണ് വിജയൻ. ഞാൻ പറഞ്ഞ അച്ഛന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നിയില്ലേ. പഠിച്ചിട്ട് തന്നവണവരുണ്ട്, പക്ഷെ എൻ്റെ ഇത് ഇങ്ങനെ യോഗം ഇങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് വിഷമമൊന്നുമില്ല സാറേ. ഒരു എത്ര പറയാ ലോകം. ഞാൻ സാറിനോട് കാര്യം പറയാം, അതിലൊരു ക്ലാസ് റൂമിലായിരിക്കണുണ്ടല്ലേ, ആ റൂമിലാണ് 5 കൊല്ലം ഇരുന്ന് പറഞ്ഞത്. 5 വർഷം പഠിച്ച ക്ലാസ് റൂമാണ്. അപ്പൊ 5 വർഷം പഠിച്ച ഒറ്റ ടീച്ചർ ക്ലാസ്, ആരും പഠിച്ചിട്ടുണ്ടാവില്ല. പ്രഭാവതി ടീച്ചർ, ആ ടീച്ചർ ക്ലാസ്സിലാണ്. ടീച്ചർ അല്ല, എന്റെ പഠിപ്പുകാരൻ തോറ്റത്. അവിടെ പോയിട്ട് ഇതിനേക്കാളും കഷ്ടമുണ്ട്. അതിൽ ഇത് മുകളിൽ പഠിക്കണ്ടേ, ഇവിടുന്ന് ഇരുന്ന് ശരിയായിട്ട് പോയാൽ പോയെന്ന് പറഞ്ഞു. ഇത് ശരിയാക്കി കെ ജോസഫ് സാറില്ലേ, പോലീസ് ഓഫീസർ. ആ സാറേ, അതെന്താ വെച്ചാൽ എന്നെ ഒരാളൊന്നുമല്ല സഹായിച്ചിട്ടുണ്ട്, കുറെ പേര് സഹായിച്ചിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായിട്ട് പോവാനും പിന്നെ ഷർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ 3 ഇയറിൻ്റെ ക്യാമ്പിൽ വന്നു സാറ്. ചാതുരൻ സാറായിരുന്നു കോച്ച്. അപ്പോൾ അവിടെ ഞാൻ ക്യാമ്പിലിരിക്കുമ്പോൾ ഞാൻ ജൂനിയർ ഡിസ്ട്രിക്റ്റും സീനിയർ ഡിസ്ട്രിക്റ്റൊക്കെ കളിച്ചായിരുന്നു. അതിന് അപ്പോഴോ സ്കൂളിൽ പഠിക്കുന്നത്. അത് കാരണമാണ് എന്നെ ഇത്രയും ഹെൽപ്പ് ചെയ്ത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ 8ലേക്ക് എത്തി. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോലീസിൽ പോകേണ്ട സമയമായി. ആ സമയത്ത് പിന്നെ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഒരു രാധാകൃഷ്ണൻ സാറുണ്ടായിരുന്നു, കേരളം മേലെ PD ആയിരുന്നു. പിന്നെ രാഷ്ട്ര സാറിനെ അറിയാൻ നന്നായിട്ട്. അവിടെ വീട്ടിൽ സാമ്പത്തികമായിട്ടും ഭക്ഷണം കഴിക്കാനൊന്നും പൈസ ഇല്ലാത്ത. അപ്പോൾ ത്രിവേണി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് തൃശ്ശൂർ. അപ്പോൾ അവിടെ 3 നേരം ഭക്ഷണം. സാറ് അവിടുത്തെ ഷെയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മാനേജറായിരുന്നു സാറിന് ത്രിവേണി. അപ്പോൾ ആ സാറാണ് പിന്നെ ചാതുരൻ സാറോട് പറഞ്ഞിട്ട് സാറും പിന്നെ ജോസഫ് സാറായിട്ട് നല്ല അത് പോലീസ് ക്ലബ്ബിൽ കളിക്കാനായിട്ട് പോയി. കേരള പോലീസ് ലീഗ് സെലക്ഷൻ. അപ്പോഴാണ് അവർ പോലീസ് ക്ലബ്ബ് ടീം ഫുട്ബോൾ ടീം ഉണ്ടാക്കിയത്, കേരള പോലീസിന് ടീം. അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അവരുടെ അടുത്ത് വരാനുള്ള ഒരു ചാൻസ് കിട്ടാൻ തന്നെ വലിയൊരു ഭാഗ്യമാണ്. കാരണം അത്രയും ഭയങ്കര പ്ലെയേഴ്സാണ്. ഞാനൊക്കെ അന്ന് 17 വയസ്സ് ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. അപ്പോൾ ഞാൻ വന്നു, സെലക്ഷൻ ഇറങ്ങി, അപ്പോൾ കളിച്ചു. അപ്പോൾ ആദ്യം ഗോപിനാഥ് സാറ് വന്നു, DI ചേർന്നു, മരിച്ചപ്പോൾ ആള് വന്ന് ട്രയൽ കണ്ടു. അതുപോലെ ലേറ്റായിട്ടാണ് DGP എത്തിയത്. അപ്പോൾ ഫൈറ്റ് ലൈറ്റ് ഇട്ടു വീണ്ടും കളിപ്പിച്ചു. അത് പിന്നെ എത്ര നേരം വേണമെങ്കിൽ കളിക്കാനുള്ള സ്റ്റാമിന ഉണ്ടല്ലോ, നമുക്കൊരു ഇതല്ലേ. കളിച്ചു. അപ്പോൾ പറഞ്ഞു പിന്നെ വിടണ്ട. അവിടെ അന്ന് അവിടെ പൊരിഞ്ഞ് സെവൻസ് നടക്കുന്ന സമയം സാറാണ് നാട്ടിലേക്ക്. ഞാൻ പറഞ്ഞു ഞാൻ പോവാ, ഇവിടെ നിന്നോ എന്ന് പറഞ്ഞു. 6 മാസം ഞാൻ റെഡിക്കുള്ള കേരള പോലീസ് ടീമിൻ്റെ കൂടെ പ്രാക്ടീസ് തുടങ്ങി. അവിടെ നിന്നാണ് റെഡിക്കുവിൻ്റെ IM വിജയനായി വരുന്നത്. അന്ന് ആരായിരുന്നു കോച്ച്? എൻ്റെ ശ്രീധരൻ സാറെന്ന്. ശ്രീധരൻ സാറും പിന്നെ ഒരു എത്ര ഞാൻ ഇന്ത്യ കളിക്കുന്നവരാണ് പിന്നെ ശ്രീധരൻ സാർ തന്നെയാണ്. ഇപ്പോൾ ശ്രീധരൻ സാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഈ ഇതിലേക്ക് ക്ഷണിക്കാം. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്നും കുറേ കാര്യങ്ങൾ അറിയാം. സാറിനെ പിന്നെ കുറിച്ച് ഇഷ്ടംമാതിരി പറയാനുണ്ടോ. കാരണം എന്താ വെച്ചാൽ എന്നെ ചെറുപ്പത്തിലേക്ക് കിട്ടിയ സാറേ.